മെയ് 1 മുതൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം ചെങ്ങന്നൂർ നഗരപരിധിയിൽ 10ലധികം വാഹനാപകടങ്ങൾ നടന്നു. അപകടങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളുമടക്കം 7 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ്. ആഞ്ഞിലിമൂട് ജംഗ്ഷൻ മുതൽ കല്ലിശ്ശേരി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. MC റോഡ് വികസനം പൂർത്തിയായതോടെ അതിനുതക്ക ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കാത്തതും കർശന പരിശോധനയില്ലാത്തതും മേഖലയിൽ അപകടങ്ങൾ കൂടുവാൻ കാരണമായി. അടുത്തിടെ ആഞ്ഞിലിമൂട് ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ലിനിയുടെ ബന്ധു സുജിത്ത് പറയുന്നത് ഇങ്ങനെ: കോയമ്പത്തൂർ വന്ന ഫാസ്റ്റ് ബസ് ഇടിച്ച് അവർ ഒരു 2 മീറ്ററോളം അവർ ഉള്ളിലേക്ക് പോവുകയും അവരുടെ 4 വാരിയലും ഇടത്തെ കൈയും ഇടത്തെ കാലും പൊട്ടുകയും ഇതുവരെ അവർ റിക്കവർ പോലും ആയിട്ടില്ല. അവർ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ ഇടപെടൽ ആവശ്യമാണ്. സ്പീഡ് ബ്രേക്കറുകളടക്കം സ്ഥാപിക്കുക വഴി ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാനാകും. ഇത്തരം കാര്യങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ ശക്തമായ നിയമ നടപടികൾ അത്യാവശ്യമാണ്. അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പും ട്രാഫിക് പോലീസും ചേർന്ന് ചെങ്ങന്നൂർ നഗരപരിധിയിൽ സുരക്ഷയ്ക്കായി പദ്ധതിയൊരുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.